ഓണം വരവായി. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പായസം എന്ന് പറയുന്നത്. ഞാൻ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചെറുപയറിലാണ് ഈ പായസം തയ്യാറാക്കുന്നത്. നന്നായി വറുത്ത ചെറുപയറിൽ ആദ്യം തന്നെ കുറച്ചൊന്ന് മാറ്റി വയ്ക്കും. പിന്നെ ബാക്കിയുള്ളത് ഒന്ന് മൂക്കെ വറുത്ത ശേഷം രണ്ടും കൂടി ഒരുമിച്ചാക്കി നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്ക് ഉരുളിയിലേക്കിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ച ശേഷം ശർക്കരപ്പാനിയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നെയ്യും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പം തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ 20 മിനിറ്റ് എങ്കിലും എടുക്കും. ഇതൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ട് നമുക്ക് 2ാം പാലും 1ാം പാലും റെഡിയാക്കി എടുക്കാം. അപ്പം 2ാം പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇതാകുമ്പോൾ ക്വാളിറ്റി എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും, പെർഫെക്റ്റ് ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ദാ നമ്മൾ വറവിട്ടതും ഇതിലേക്ക് ഇട്ടു. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ ഈ ഓണത്തിന് നിങ്ങളും മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങൾ തയ്യാറാക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മളുടെ വീടിനടുത്തുള്ള കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്.